ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഗോൾഡൻ ബെറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ഒപ്പം കൂടിക്കോ. KSRTC സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ പോകുന്ന മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക്. ഒരു 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങിയത്. നടന്നാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ സമയം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. നടക്കുന്ന കൂട്ടത്തിൽ ശ്രീശെൽവി വിനായകർ കോവിൽ എന്നൊരു ക്ഷേത്രം ഞങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിറയെ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആലപ്പുഴ ടൗണിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കടകളുടെ ബോർഡുകൾക്ക് മുകളിലായി നിറയെ ദേവീദേവന്മാരുടെ ശില്പങ്ങളാണ് ഉള്ളത്. ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകണം മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. റോഡരികിൽ കുറേ പൂക്കച്ചവടക്കാരെ കണ്ടു. എല്ലായിടത്തും മുല്ലപ്പൂക്കളാണ് കൂടുതലായിട്ട് ഇവർ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തി. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ആ ക്ഷീണം മുഴുവൻ മാറി. ഇതാണ് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഒരു പഴയ ശൈലിയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ഷേത്രാങ്കണം മുല്ലപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു അമ്മയെ ഞങ്ങൾ പരിചയപ്പെട്ടു. നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ അമ്മ നമുക്ക് പറഞ്ഞു തന്നു. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ദേവിയെ ചാർത്തുന്നതും മുല്ലപ്പൂമാലയാണ്. പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയാണ് സമർപ്പിക്കുന്നത്. ഞങ്ങൾ അതും വാങ്ങി അകത്തേക്ക് പ്രവേശിച്ചു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തെ പഴക്കമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന ഹൈന്ദവ ദേവാലയങ്ങളിലൊന്നാണ് മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം. അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് വലിയൊരു ആനക്കൊട്ടിലാണ്. ആനക്കൊട്ടിലിന് ഇപ്പുറത്താണ് ദേവീ വാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്രകാരമാണ്. ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ചെമ്പകശ്ശേരി രാജവംശത്തിലെ ദേവനാരായണൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. അദ്ദേഹം കൊടുങ്ങല്ലൂരമ്മയുടെ പരമഭക്തനായിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേത്ര ദർശനത്തിന് കൊടുങ്ങല്ലൂരിൽ പോകുമായിരുന്നു. പ്രായത്തിൻ്റെ അവശതകൾ കാരണം ദർശനത്തിന് തടസ്സം വരുമെന്നായപ്പോൾ അദ്ദേഹം കൊടുങ്ങല്ലൂരമ്മയോട് തൻ്റെ നാട്ടിൽ വന്ന് കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ഭക്തൻ്റെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ് ദേവി കൂടെ വരാമെന്ന് പറയുകയും രാജാവ് അറിയാതെ അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ കയറിയിരിക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഒരു മുല്ലത്തറയായിരുന്നു. നിരവധി മുല്ലച്ചെടികൾ ഇവിടെ തഴച്ചു വളരുന്നുണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെ അതിവിശാലമായ ഒരു കുളമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ദർശനം കഴിഞ്ഞ് അവശനായെത്തിയ അദ്ദേഹം കുളിക്കുന്നതിന് വേണ്ടി ആ കുളത്തിലേക്ക് പോയി. പോകുന്ന സമയത്ത് മുല്ലത്തറയിൽ ആ ഓലക്കുട വെച്ചതിനു ശേഷമാണ് ഇദ്ദേഹം പോകുന്നത്. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം കുടയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് അനങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദേവി അവിടെ കുടികൊണ്ടതായി മനസ്സിലാക്കി. തുടർന്ന് മുല്ലത്തറയിൽ കുടയ്ക്ക് തന്നെ ദേവീ പൂജകൾ ചെയ്തു. അക്കാലത്ത് ഏതാനും സൈനികർ അവിടെ എത്തുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ദേവീ വിഗ്രഹം മുല്ലത്തറയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ദേവിക്ക് അതിവിശിഷ്ടമായൊരു ക്ഷേത്രം പണിയുകയും അവർ ചെയ്തു. ഇതാണ് പ്രധാന ഐതിഹ്യമായി കരുതപ്പെടുന്നത്. പിന്നീട് പറയപ്പെടുന്നത് 1961 മുൻപ് അകത്തെ ശ്രീകോവിൽ സ്ഥാപിച്ചിരുന്ന വിഗ്രഹം അന്നപൂർണേശ്വരിയുടേതായിരുന്നു. ഇത് മാറ്റാനിടയായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു നാൾ ഒരു അപരിചിതൻ ശ്രീകോവിൽ പ്രവേശിച്ച് വിഗ്രഹത്തെ ആലിംഗനം ചെയ്തുവെന്നും തുടർന്ന് വിഗ്രഹത്തിന് നിരവധി വിള്ളലുകൾ കണ്ടതായും പറയപ്പെടുന്നു. അതിനുശേഷം 1962 പഴയ വിഗ്രഹത്തിന് പകരം ദുർഗാദേവിയുടെ രാജരാജേശ്വരി ഭാവത്തിലുള്ള
ഒരു പുതിയ വിഗ്രഹം അകത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. മുല്ലത്തറയിൽ ദേവി കുടികൊണ്ടതുകൊണ്ടാണ് ക്ഷേത്രത്തിന് മുല്ലയ്ക്കൽ എന്ന പേര് വന്നത്. ഇതുപോലെ നിരവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അകത്തെ ശ്രീകോവിലിന് തുറന്ന മേൽക്കൂരയുണ്ട്. രാജരാജേശ്വരി ദേവിയുടെ കൂടെ ഉപദേവതകളായി ഗണപതി, ഹനുമാൻ, ശിവൻ, സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ, നവഗ്രഹങ്ങൾ, ശാസ്താവ്, നാഗദൈവങ്ങൾ, അയ്യപ്പൻ എന്നിവരുൾപ്പെടെ മറ്റു ദേവതകളും ഇവിടെ കുടികൊള്ളുന്നു. അതുമാത്രമല്ല, ക്ഷേത്രമതിലുകൾക്കുള്ളിൽ ഒരു വലിയ ആൽമരമുണ്ട്. അതിന് താഴെയായി ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രക്കുളം പണിതിട്ടുണ്ട്. ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്നു. ഈ കുളം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൽ ധാരാളം ഉത്സവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിറപ്പ് മഹോത്സവമാണ്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മുല്ലയ്ക്കൽ ചിറപ്പാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഈ ഉത്സവത്തിൻ്റെ അവസാന 11 ദിവസം അതിവിശേഷാൽ പരിപാടികളാണ് നടക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവം നടക്കുന്നത് നവരാത്രിയോടനുബന്ധിച്ചാണ്. കന്നിമാസത്തിലെ അമാവാസിയുടെ പിറ്റേന്ന് സന്ധ്യയ്ക്ക് കൊടികയറി 9-ാം ദിവസമായ വിജയദശമിക്ക് ആറാട്ടോടെ സമാപിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവമാണ് തൈപ്പൂയ കാവടി. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ നിന്നും അനുഭവിക്കുന്നത്. അപൂർവമായ ചില കാഴ്ചകളും ശാന്തമായ കുറച്ച് നിമിഷങ്ങളുമായിരുന്നു ഇവിടെ നിന്നും ലഭിച്ചത്. നിങ്ങൾക്ക് ആലപ്പുഴയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടം ഒരിക്കലും മിസ് ചെയ്യരുത്. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇറങ്ങാറായ സമയം നല്ല മഴയുണ്ടായിരുന്നു. മഴ കുറച്ചൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.